2 മീനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അത് എന്ത് മീനാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ പൂച്ചക്കുട്ടനുണ്ട്, അവനില്ലാതെ എന്ത് മീൻ കറി എന്ത് മീൻ വെട്ടലും. അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ എന്താണെന്ന് ചോദിച്ചാൽ നല്ല സിലോപ്പി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ മുറം പോലത്തെ ഒരു കരിമീനും കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പാടെ അത് രണ്ടും എടുത്തുകൊണ്ട് കടവിലോട്ട് അങ്ങ് ഇറങ്ങി എന്നാൽ വെട്ടി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ നമ്മുടെ കരിമീൻ അത്യാവശ്യം വലിയ കരിമീനാണേ. അതാണെങ്കിൽ ഒരു മറ്റേ മീൻ നോക്കുമ്പോൾ ഇതങ്ങ് ചെറുതായിട്ട് തോന്നും, പക്ഷേ അത്യാവശ്യം വലിയൊരു മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറുക്കാനായിട്ട് അങ്ങ് വരഞ്ഞെടുത്ത് മാറ്റി വെച്ച് തേച്ച് കഴുകിയിട്ട് അങ്ങനെ മസാലയൊക്കെ എടുത്ത് പുരട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. കുരുമുളക് വേണ്ട വേണ്ട ലേശം നമുക്ക് ചേർക്കാം കേട്ടോ. ഒത്തിരി മസാല ഇട്ട് അതിൻ്റെ ഒരു തനതായിട്ടുള്ളൊരു ടേസ്റ്റ് അങ്ങ് പോകും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മസാലകൾ ചേർത്ത് കുറച്ച് എണ്ണയിലായിട്ട് വറുത്തെടുക്കുന്നത്. അങ്ങനെ മസാലയൊക്കെ തേച്ചു. അപ്പോൾ നമ്മുടെ ഒരു സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് വെന്തോന്ന് അറിയാനായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നു അത് വറുത്തൊന്നും ഒരു സൈഡ് വെന്തോന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ചിട്ട്, പക്ഷേ തിരിച്ചിടാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് അങ്ങോട്ട് തിരിയുന്നില്ല, ഭയങ്കരമായിട്ട് കിടപ്പം. ഞങ്ങൾ ഓർത്ത് അതിൻ്റെ അവിടെ എല്ലാം പോയി കാണുമെന്ന് കേട്ടോ. പക്ഷേ തിരിച്ചിട്ടപ്പോൾ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, അത് ചെറുതായിട്ടൊന്ന് ഇളകിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമായിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തത്. അപ്പോൾ ഇത് പിള്ളേർക്ക് കൊടുക്കാനായിട്ടാണ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാനേ കിട്ടത്തുള്ളൂ, ബാക്കി പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സിലോപ്പി അങ്ങോട്ട് കറിയായിട്ട് അടുപ്പിലിട്ട് നല്ലതായിട്ട് തിളയ്ക്കുവാണേ. തൊലി ഉരിച്ച് കളഞ്ഞില്ല, കാരണം അത്ര വലിയ കട്ടിയൊന്നുമില്ല. തൊലി ഉരിച്ചാലും നല്ല, ഉരിച്ചില്ലേലും നല്ലതാണ്.